എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കൈഡോടെ മകളും ഉണ്ടപ്പെണ്ണും മൊമന്റോസ്കിയും അവർ മൂന്ന് പേരും ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടുകയാണ്. മൊമന്റോസ്കി ആണെങ്കിൽ ഇപ്പോഴും സേഫ് ആയിട്ട് കൈഡോടെ മകളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവളാണെങ്കിൽ ഇപ്പൊ മൊമന്റോസ്കിയെ ആശ്വസിപ്പിക്കും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും അദ്ദേഹത്ത് ഒരു പോറൽ പോലും വീഴാനായിട്ട് ഞാൻ അനുവദിക്കില്ല. പക്ഷെ മൊമന്റോസ്കിക്കാണെങ്കിൽ അപ്പോഴും അവന്റെ ടെൻഷൻ അത് കൂടി കൂടി വരികയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായി ഒരു ഒറ്റക്കണ്ണൻ ക്യാറ്റ് ആണെങ്കിൽ അവർ പോകുന്ന സ്ഥലം അത് കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടുകയാണ്. ഓരോ ഭാഗത്തു നിന്നും ഇപ്പൊ വില്ലന്മാര് അവർക്ക് നേരെ പാഞ്ഞടുക്കും. ഉണ്ടപ്പെണ്ണും കൈഡോടെ മകളും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവറ്റകളെല്ലാം തല്ലി തല്ലി കൊല്ലുകയാണ്. ഉണ്ടപ്പെണ്ണിനാണെങ്കിൽ ഇപ്പൊ അവളോട് വല്ലാത്തൊരു റെസ്പെക്റ്റും സ്നേഹവും അടുപ്പമൊക്കെ തോന്നുകയാണ്. ആദ്യം അവള് കൈഡോടെ മകളെ വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. പിന്നീട് അവൾ വന്ന ആരാണെന്നും എന്താണെന്നും ഉണ്ടപ്പെണ്ണ് അവളെ വിശ്വസിക്കാനായിട്ട് തുടങ്ങിയത്. മാത്രമല്ല അവൾ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടപ്പെണ്ണിന് മൊമന്റോസ്കിയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, അവളും എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും മാസമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. കൈഡോടെ മകളാണെങ്കിൽ അറ്റ് എ ടൈം 5 പേരെ ഒരുമിച്ച് അങ്ങനെ തൂക്കിയെടുത്ത് നിലത്തൊരൊറ്റയാട്ടി. ഇതിന്റെ അടിയിൽ ഒരുപാട് പേര് അടിച്ച് താഴെ വീഴും. പക്ഷെ കൈഡോടെ മകളുടെ അടിയിൽ എല്ലാവരും സിക്സർ പോലെ ദൂരേക്ക് പറന്നു പോവാണ്. മൊമന്റോസ്കിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ പതിയെ പുറത്തേക്ക് വരും. എന്നെ കൊണ്ട് പറ്റില്ല ഇനിയും ഇങ്ങനെ നോക്കി നിൽക്കാൻ, കൊണ്ട് യാതൊരു യൂസും ഇല്ല. എന്നെ കൊണ്ട് എന്നെ പോലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇനിയും ഞാനിങ്ങനെ അടങ്ങി നിന്ന അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മകളാണെങ്കിൽ അത് കേട്ട് അവനെ ആശ്വസിപ്പിക്കും. സത്യത്തിൽ നീ കരുതും പോലെയല്ല, നീ ഇപ്പൊ കുഞ്ഞാണ്, നിനക്ക് ഒരുപാട് പവറുണ്ട്. അത് നീ വളർന്നു വലുതാവുമ്പോൾ പതിയെ പതിയെ പുറത്തേക്ക് വരും. ഇപ്പൊ നിനക്ക് ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. മാത്രമല്ല ഞങ്ങളെല്ലാം നിന്റെ റീറ്റെയിനേഴ്സ് ആണ്. നിനക്ക് ഗാർഡായിട്ടും സ്ക്വാഡായിട്ടും നിൽക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നീ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്ക്. അവനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവനാണെങ്കിൽ അതിലൊന്നും യാതൊരു ആശ്വാസം തോന്നില്ല. അവൻ വീണ്ടും വീണ്ടും വറീഡാവും. പെണ്ണാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് പറയും, തീർച്ചയായിട്ടും നീ ഓടനെ പോലെ വലിയൊരു ഷോഗണായി മാറും. അദ്ദേഹത്തെ പോലെ ിക്കും നല്ലൊരു റൂളർ ആയിരിക്കും എന്ന് പറയും. പക്ഷേ മൊമന്റോസ്കിക്കാണെങ്കിൽ അത് കേട്ട് കൂടുതൽ ടെൻഷനായി. അവൻ ഞൊടിയിടയിൽ ഡ്രാഗൺ ഫോമിലേക്ക് മാറുകയാണ്. കൈഡോടെ മകളാണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. നിനക്ക് എന്തു പറ്റി, നീ എങ്ങനെ ഈ ഫോമിലേക്ക് ചേഞ്ച് ആയി? മൊമന്റോസ്കി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ ഒരു ഹൈഡ് ഔട്ടിൽ പെട്ടുപോയതും അവിടെ വെച്ച് അവൻ ആ ഡബിൾ ഫ്രൂട്ട് കിട്ടിയതും ഇത് കഴിച്ച ഉടൻ അവൻ ഇത്തരത്തിലൊരു ഡ്രാഗനായി തീർന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയും. അവർക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം പ്രയാസം തോന്നുകയാണ്. കൈഡോടെ മകൾക്കാണെങ്കിൽ മൊമന്റോസ്കിയെ കാണുമ്പോൾ അവളുടെ പപ്പയെ ഓർമ്മ വരും. കട്ട് ചെയ്താ ഇപ്പൊ CP9 ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ കാഷ്വലായി കളിച്ച് ചില സ്റ്റോറീസ് ഒക്കെ പറയാണ്. ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് ഗവൺമെന്റ് കൈഡോയെ അവനെ അറസ്റ്റ് ചെയ്തതാണ്. ആ സമയം വേഗ് ഓഫ് പങ്ക് ഉപയോഗിച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഡബിൾ ഫ്രൂട്ട് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ആർട്ടിഫിഷ്യൽ ഡബിൾ ഫ്രൂട്ട് ആണ് നമ്മുടെ മൊമന്റോസ്കി അവൻ അറിയാതെ കഴിച്ചത്. വേഗ് ഓഫ് പങ്ക് ആ ഒരു ഡബിൾ ഫ്രൂട്ട് അതൊരു ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കിയത്. മാത്രമല്ല അതിനെന്ത് സംഭവിച്ചുവെന്ന് ഇവിടെയുള്ളവർക്ക് ആർക്കും തന്നെ അറിയില്ല. ഇതാ ഇവിടെ അക്കസായി മെമ്പേഴ്സ് അവരാണെങ്കിൽ ഓടനെ കണ്ട് അങ്ങനെ ഷോക്ക് ആവുകയാണ്. ഓടനാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് അവരോട് പറയും. നിങ്ങളെ തൂക്കി എറിഞ്ഞതിന് ശേഷം ഞാനും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ആരുടെയും കണ്ണിൽ പെടാതെ ഞാനിപ്പോൾ വീണ്ടും ഇവിടേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളോടൊപ്പം ഞാനുണ്ടെന്ന് പറയും. അവർക്കാണെങ്കിൽ അപ്പോഴും ചെറിയ സംശയമൊക്കെ തോന്നും. പക്ഷെ ഓടനെ കണ്ട സന്തോഷത്തിൽ അവർ മതിമറന്നു നിൽക്കും. ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ പഴയ മെമ്മറിയിലേക്ക് പോകും. അവർ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തതും ഒന്നിച്ച് ഫുഡ് കഴിച്ചതും എൻജോയ് ചെയ്തതും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവളുടെ മനസ്സിലേക്ക് വരും. ഓടനാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, എന്റെ വൈഫ് ആണ് രക്ഷപ്പെട്ടു വന്ന എന്നെ വീണ്ടും ടൈം ട്രാവൽ ചെയ്യിപ്പിച്ച് ഇപ്പൊ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് കൈഡോയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ വാനോ കിൻഡം അത് തിരികെ പിടിക്കും. ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി, നിങ്ങൾ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. കിൻ, നീ എന്റെ മകൻ മൊമന്റോസ്കിയെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തെന്ന് പറഞ്ഞ് ഓടൻ അവനെ അഭിനന്ദിക്കും. വേൾഡിലുള്ള ടോക്കിക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഈ വാനോ കിൻഡം തിരികെ പിടിക്കും. കട്ട് ചെയ്ത അഷുറ ടോജിയും കിന്നും അവരാണെങ്കിൽ ഇപ്പോ ഓടൻ പറഞ്ഞ കാര്യങ്ങളും ടൊക്കി പറഞ്ഞ കാര്യങ്ങളും അതങ്ങനെ കമ്പയർ ചെയ്ത് ആലോചിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇപ്പൊ വന്നത് ഓടനല്ല. കാരണം ടൊക്കിക്ക് ഒരിക്കലും പാസ്റ്റിലേക്ക് പോകാനായിട്ട് കഴിയില്ല. അവിടെ വെച്ച് ഓടൻ കൊല്ലപ്പെടുന്നത് അവർ കണ്ടതാണ്. അതിനർത്ഥം ഇപ്പൊ മറ്റാരോ ആണ്. ഉടനെ ഓടനാണെങ്കിൽ ക്യാഷ്വലായിട്ട് അവരോട് സംസാരിക്കും. എന്തുപറ്റി, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ? എനിക്കറിയാം 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, കുഴപ്പമില്ല. ആദ്യം നമുക്ക് ആ കൈഡോയെ അവനെ നേരിടാം. അവനെ ഇല്ലാതാക്കി ഈ ഒരു വാനോ കിൻഡം നമുക്ക് തിരികെ പിടിക്കണം. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കടലിലേക്ക് പോകില്ല. എനിക്ക് നിങ്ങളോടൊപ്പം ഈ വാനോ കിൻഡത്തിൽ ലൈഫ് ലോങ് സ്പെൻഡ് ചെയ്യണം. ഷോ, നിനക്കിനി ഒരുപാട് കാലം സുഖമായിട്ട് ഉറങ്ങാന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ കൈഡോയെ പോലെ തന്നെ സംസാരിക്കും. അത് കേട്ട് വീണ്ടും അവർക്കാണെങ്കിൽ അത് ഓടൻ തന്നെയാണെന്ന് ഫീൽ ചെയ്യാണ്. പക്ഷെ റൈസോ അവൻ ദേഷ്യപ്പെട്ടു പറയും,
നോ, എന്നെ കൊണ്ട് പറ്റില്ല, സ്റ്റോപ്പ് ദ ഫക്ക്. ഞാൻ ഒരിക്കലും ഇവൻ ഓടനാണെന്ന് വിശ്വസിക്കില്ല. ഇവൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവൻ ഓടനല്ല എന്ന് പറയും. പക്ഷേ കിന്നിനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വിശ്വാസം തോന്നുകയാണ്. അഷുറ ടോജി ആണെങ്കിൽ ഒന്നും നോക്കില്ല, സ്ക്വാഡ് എടുത്ത് അവനെ ആഞ്ഞു വെട്ടും. അടുത്ത നിമിഷം ആ ഒരു ബോഡിയിൽ ഒരു കീറിൽ വീഴുകയാണ്. പക്ഷേ ബ്ലഡോ മുറിവോ ഒന്നും തന്നെ അതിൽ ക്രിയേറ്റ് ആവില്ല. അവർക്ക് മനസ്സിലാവും ഇതൊരു ഫേക്ക് ഓടനാണ്. ഓടനാണെങ്കിൽ ക്യാഷ്വലായിട്ട് അപ്പോഴും അഷുറ ടോജിയോട് സംസാരിക്കും. നീ വീണ്ടും വീണ്ടും എന്നെ സംശയിക്കുകയാണോ? നിങ്ങളോടൊപ്പം ഒത്തിരി കാലം ഹാപ്പി ആയിട്ട് ജീവിക്കാനല്ലേ ഞാൻ വന്നേന്ന് അവൻ ഓടന്റെ ശബ്ദത്തിൽ ചോദിക്കും. അത് കേട്ട് അഷുറ ടോജി ആണെങ്കിൽ ഒന്ന് പകച്ചു പോവാണ്. ആ ഗ്യാപ്പിൽ ഫേക്ക് ഓടൻ അവന്റെ സ്ക്വാഡ് എടുത്ത് അഷുറ ടോജിയുടെ വയറ്റിൽ ആഞ്ഞു കുത്തുകയാണ്. ചോര തുളുമ്പി അഷുറ താഴേക്ക് വീഴും. അവർക്ക് പിടികിട്ടും അത് മറ്റാരും അല്ല, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്ന സാക്ഷാൽ കാഞ്ചറോ. അവനാണ് ഇപ്പൊ അവിടേക്ക് എത്തി ഇങ്ങനെ ഒരു ചീപ്പ് ഗെയിം കളിക്കുന്നത്. അവർക്കത് കാഞ്ചറോ ആണെന്ന് മനസ്സിലായി അവരിപ്പോ മുൻപോട്ടേക്ക് ഓടി വരികയാണ്. അതേസമയം കാഞ്ചറോ അവൻ വിളിച്ചു പറയും, നിങ്ങൾക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും ഞാനും എൻ്റെ ടീം തന്നെ ഈ ഒരു വലിയ ഫൈറ്റിൽ ജയിക്കുമെന്ന് പറയും. ഒക്കിക്കുവനാണെങ്കിൽ ഇപ്പോ ടോജിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് കുറ്റബോധം തോന്നുകയാണ്. കാരണം അവളാണ് ലാസ്റ്റ് ടൈം കാഞ്ചറോ ആയിട്ട് ഫൈറ്റ് ചെയ്തത്. അവൻ അവളോട് ഇപ്പോൾ അവനോട് സോറി പറയും. സോറി, ഞാൻ ലാസ്റ്റ് ടൈം അവനെ കൊല്ലാതെ ജീവനോട് കൂടെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് കിന്നു പറയും, നീ മാത്രമല്ല ഞാനും തെറ്റുകാരൻ തന്നെയാണ്. എനിക്കറിയാം, ഫ്രണ്ട്സിന് നേരെ കത്തി വീശുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് പകയ്ക്കും. അത് മാത്രമാണ് നിനക്ക് സംഭവിച്ചത്. കട്ട് ചെയ്ത കാഞ്ചറോയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ മരിക്കുന്നതിന് മുൻപായിട്ട് അവന് ഓടന്റെ ക്ലാനിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കണം ഒരു ചിന്തയിൽ ലക്ഷ്യമാണ്. സോ അവനിപ്പോ പോകുന്നത് മൊമന്റോസ്കിയെ ലക്ഷ്യമാക്കിയാണ്. അതേസമയം ഇവിടെ മൊമന്റോസ്കി ആണെങ്കിൽ അവന്റെ വിഷമം ഉണ്ടപ്പെണ്ണിനോടും കൈഡോയുടെ മകളോടും പറഞ്ഞ് അങ്ങനെ ആ ഡ്രാഗന്റെ രൂപത്തിൽ നിൽക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ അവളുടെ പപ്പയായിരിക്കും ഓർമ്മ വരിക. ഉണ്ടപ്പെണ്ണും കൈഡോയുടെ മകളും അവർ രണ്ടുപേരും ചേർന്ന് അവനെ ആശ്വസിപ്പിക്കും. ഉടനെ അവൻ ഞൊടിയടയിൽ അവന്റെ ആ പവർ കൺട്രോൾ ചെയ്ത് നോർമൽ ഹ്യൂമനായി മാറുകയാണ്. എനിക്കറിയാം എനിക്ക് കിട്ടിയിരിക്കുന്നത് കൈഡോയുടെ പവറാണ്, അവന്റെ ബ്ലഡ് ലൈനിലുള്ള പവറാണ് എന്റെ ബോഡിയിലുള്ളത്. പക്ഷെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് ഞാനിത് ഉപയോഗിക്കില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി ലൂഫി അവനിപ്പോ കൈഡോയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവൻ ഒരുപാട് ടയേർഡാണ്. പക്ഷേ അവൻ അതിനെല്ലാം മാറ്റിവെച്ച് ആ കൈഡോയായിട്ട് പോരാടുകയാണെന്ന് പറയും. അത് കേട്ട് അവർ രണ്ടുപേരും ഞെട്ടും. കാരണം ഫ്ലോറിൽ നടക്കുന്ന ഫൈറ്റ് അതെങ്ങനെ മൊമന്റോസ്കിക്ക് അറിയാൻ കഴിഞ്ഞു? അതിനവൻ പറയും, എനിക്കും ലൂഫിക്കും ഒരു കണക്ഷൻ ബിൽഡായി. സോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അട്ടീത ഇവിടെ കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും ചേർന്ന് ലൂഫിയെ ഫുട്ബോൾ തട്ടും പോലെ അങ്ങനെ അറഞ്ഞ പുറഞ്ഞ തട്ടി ദൂരേക്ക് വലിച്ചെറിയും. സൗറോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും, ലൂഫി നീ ഇതിനു മുൻപും ഇതേ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. അതിന് ലൂഫി പറയും, നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല, അവരും നമ്മളെപ്പോലെ ഹ്യൂമൻസ് തന്നെയാണ്. ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് അവരെ തകർക്കാൻ പറ്റും. സോ വിട്ടുകൊടുക്കാൻ പാടില്ല, വീണ്ടും വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് പറയും. ലോ ആണെങ്കിൽ അല്പസമയം കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും. അതിനുശേഷം എല്ലാവരോടായിട്ട് പറയും, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അവരെ തൊടാൻ പോലും കഴിയാത്തത്. ഒരാളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേയാളെ ഈസി ആയിട്ട് നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റും. അതൊരു ഗുഡ് ഐഡിയ ആണെന്ന് ഇപ്പോൾ ബാക്കിയുള്ളവർക്കും ഫീൽ ചെയ്യും. അടുത്ത നിമിഷം ലൂഫി അവനാണെങ്കിൽ വെറിയോടെ ടെററായിട്ട് കൈഡോയെ നോക്കുകയാണ്. കൈഡോ ആണെങ്കിൽ കാഷ്വലായി ലൂഫിയെ നോക്കി ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.